റൂബിക്സ് ക്യൂബിൻ്റെ ഈസി ആയിട്ടുള്ള ഒരു അൽഗോരിതവും ഒരു മെത്തേഡുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് റൂബിക്സ് ക്യൂബിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് റൂബിക്സ് ക്യൂബിന് 1 2 3 4 5 6 ഫേസസ് ഉണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ യെല്ലോ ആണ് സെൻട്രലിലുള്ള കളറ്. ഈ കളറിനൊരു പ്രത്യേകതയുണ്ട്, ഈ കളർ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ നമ്മൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ മുഴുവൻ യെല്ലോ ആയിട്ടേ വരൂ, കാരണം ഇത് മൂവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇവിടെ ഈ ഗ്രീൻ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗ്രീൻ ഇവിടെ ആയിരിക്കും സോൾവ് ആയി വരുന്നത്. ഓറഞ്ച് ഇവിടെ ഓറഞ്ച് സോൾവ് ആയിട്ട് വരും. ബ്ലൂ ഇവിടെ ബ്ലൂ വരും. അതേപോലെ റെഡ്, വൈറ്റ്. പിന്നീട് ഇതിനൊരു കോർണർ പീസസ് കാണാം. ഇവിടെ 1 2 3 ഭാഗങ്ങളുണ്ട്. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. പിന്നെ ഇത് സെൻറ്റർ പീസസ് 2 ഭാഗങ്ങൾ, 2 കളറുകൾ. ഇവിടെ 3 കളറുകൾ, ഇവിടെ അതേപോലെ 3 കളറുകൾ. കോർണർ പീസസിലൊക്കെ ഇങ്ങനെ 3 കളേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ ആക്ച്വലി ഈ കോർണർ പീസ് ഇവിടെ അല്ല വരേണ്ടത്, കാരണം ഇവിടെ ബ്ലൂ ആണ് സെൻറ്റർ. ഇവിടെ ബ്ലൂ വരണം, എന്നാൽ മാത്രമേ ഇത് ഈ ഒരു ഫേസിൻ്റെ കോർണർ പീസ് ആണെന്ന് പറയാൻ പറ്റൂ. അതുപോലെ ഇവിടെ മാറിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യം നമ്മളെപ്പോഴും റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. അതായത് യെല്ലോ ഓൺ ടോപ്പ്, യെല്ലോ മുകളിലും ഇവിടെ വൈറ്റ് ആയിരിക്കും, വൈറ്റ് താഴെയും. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം, മാറ്റാൻ പാടില്ല. പിന്നെ 3 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ താഴെയുള്ള ഈ ഒരു ലൈൻ കംപ്ലീറ്റ് സോൾവ് ചെയ്യും. അതിൻ്റെ കൂടെ ഈ ഒരു ഫേസും കൂടെ സോൾവ് ആയി കിട്ടും. പിന്നീട് നമ്മൾ ഈ സെൻറ്ററിലുള്ള ഈ ഒരു പോർഷൻ സോൾവ് ചെയ്യും മുഴുവനായിട്ട്. പിന്നെ നമ്മൾ ഈ പോർഷൻ വിട്ടിട്ട് ഇവിടെ മുഴുവനായിട്ട് സോൾവ് ചെയ്യും, അതായത് യെല്ലോ സോൾവ് ചെയ്യും. അതിനുശേഷം ലാസ്റ്റായിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, ഇതും ഈസിയാണ്. ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം. ഇത് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള അൽഗോരിതം ഉപയോഗിച്ചാണ് ഇതൊക്കെ സോൾവ് ചെയ്യുന്നത്. കാരണം അൽഗോരിതം ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മുന്നേ സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലും നമുക്ക് നഷ്ടപ്പെടും ഇവിടെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോഴങ്ങനെയാണ് ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷേ ഈ തരുന്ന അൽഗോരിതം ഫോളോ ചെയ്ത് ഇത് മനഃപ്പാടമാക്കിയാൽ ഇതൊരു വളരെ ഈസിയാണ്. ആദ്യമൊക്കെ എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 2 മിനിറ്റിലും 3 മിനിറ്റിലൊക്കെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. അത് ഈ അൽഗോരിതത്തിൽ ഉപയോഗിക്കുന്ന ചില സൂത്രവാക്യങ്ങൾ, അതായത് എങ്ങനെ ഇതൊക്കെ മൂവ് ചെയ്യണം, ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ്. അത് നിങ്ങൾ മനഃപ്പാടാക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് നോക്കിയിട്ട് ചെയ്താൽ മതി. 1-2 ആഴ്ച നിങ്ങളത് വെച്ചിട്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളത് മനഃപ്പാടമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഏതെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ട് അത് ചെയ്താൽ മതി. ഒരു ഐഡിയ വെച്ച് അത് മനഃപ്പാടമാക്കാൻ എളുപ്പമാണ് നമുക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഈ അൽഗോരിതം ഫോളോ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു യെല്ലോ ഓൺ ടോപ്പ്, യെല്ലോ മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് അടിഭാഗത്തേക്കായിരിക്കണം, എപ്പോഴും ഇതുപോലെ ആയിരിക്കണം. ഇതിങ്ങനെ നമുക്ക് തിരിക്കാം, പക്ഷേ ഇങ്ങനെ തിരിക്കരുത്. അതായത് മുകളിൽ യെല്ലോ തന്നെ വരണം, വെള്ളയല്ല, മുകളിൽ യെല്ലോ. സെൻട്രലിലുള്ള കളറിനെയാണ് പറയുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ റൊട്ടേഷൻസ് ആ പേപ്പറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. R ഡാഷ്, F ഡാഷ്, U ഡാഷ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്യുന്നത്, റൂബിക് ക്യൂബിനെ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ അപ്പർ സൈഡ് എന്ന് പറയും. U എന്ന ലെറ്റർ കൊണ്ടാണ് ഇതിനെ നമ്മൾ കാണിക്കുന്നത്. ഇത് F എന്ന ലെറ്റർ ഫ്രണ്ട് സൈഡ്, ഇത് R റൈറ്റ് സൈഡ്, ഇത് L ലെഫ്റ്റ് സൈഡ്. പിന്നെ ഇവിടെ ബാക്കിലുള്ളത് ബാക്ക്. ഈ ബോട്ടം നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇവിടെ. നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പ്, ഫ്രണ്ട്, റൈറ്റ്, ലെഫ്റ്റ്, ബാക്ക്.
അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും അറിയാം. ഇത് ക്ലോക്കിൻ്റെ സൂചി തിരിയുന്നത് ഇങ്ങനെയാണ്, അതിനെ നമ്മൾ ക്ലോക്ക് വൈസ് എന്ന് പറയും. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ക്ലോക്കിന് എതിർ ദിശ. അപ്പോൾ ക്ലോക്ക് വൈസ് ക്ലോക്കിൻ്റെ ദിശയിലുള്ളതിന് നമ്മൾ ഇപ്പോൾ അപ്പ് എന്ന് പറയുകയാണെങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസിനാണ് നമ്മൾ അപ്പ് ഡാഷ് പറയുന്നത്. അപ്പ് ഇൻവേഴ്സ്, അപ്പ് ഡാഷ്, അപ്പ് ഇൻവേഴ്സ് എന്നൊക്കെ പറയാം. ഞാനിവിടെ അപ്പ് ഡാഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ ഫ്രണ്ട് ഇൻ ക്ലോക്ക് ഡയറക്ഷൻ ഫ്രണ്ട് എന്ന് പറയും, എഫ് എന്ന് പറയും. എഫ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇതാണ് അപ്പ് എന്ന് പറയുന്നത്, ഇതാണ് അപ്പ് റൊട്ടേഷൻ. ഇത് അപ്പ് ഇൻവേഴ്സ് റൊട്ടേഷനാണ് ഇങ്ങനെയുള്ളത്. പിന്നെ ഇത് ഫ്രണ്ട് റൊട്ടേഷൻ, ഇതാണ് ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, ഫ്രണ്ട് റൊട്ടേഷൻ. അതുപോലെ ഇത് ഫ്രണ്ട് ഇൻവേഴ്സ് റൊട്ടേഷൻ. അതുപോലെ നമ്മൾ ലെഫ്റ്റാണിത്, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ ക്ലോക്ക് വൈസ് എങ്ങനെ തിരിക്കുന്നു, അതാണ് ലെഫ്റ്റ്. ഇത് ലെഫ്റ്റ് ഇൻവേഴ്സ്, ലെഫ്റ്റ് സൈഡ് നോക്കും. പക്ഷെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞു നമ്മൾ ചില ഡയറക്ഷനിൽ പിടിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ മാറ്റാനൊന്നും പാടില്ല, അത് പിന്നീട് മനസ്സിലാവും, ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ ഊഹിച്ചു വെക്കുക, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് ലെഫ്റ്റും ഇത് ലെഫ്റ്റ് ഡാഷുമാണ്, ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് ഡാഷാണ്. ഇത് ലെഫ്റ്റ് ഡാഷിലാണ് ഞാൻ കറക്കുന്നത്. ഇത് ലെഫ്റ്റാണ്. അതേപോലെ റൈറ്റും, ഇത് റൈറ്റാണ് കറക്കുന്നത്, ഇത് റൈറ്റ് ഇൻവേഴ്സാണ് കറക്കുന്നത്. പിന്നെ ബാക്കും അതേപോലെ തന്നെ, ഇത് ബാക്ക് ഇൻവേഴ്സ്. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളൊന്ന് ഒരു കുറച്ച് ദിവസം ക്യൂബുമായിട്ട് പരിചയപ്പെടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊള്ളും. ആദ്യം എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ക്യൂബിനെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ യെല്ലോ മുകളിലേക്ക് വെച്ചിട്ട് ക്യൂബിനെ ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ യെല്ലോയുടെ ഇപ്പോൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, യെല്ലോയ്ക്ക് ഇവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വൈറ്റ്, ഇവിടെ ഒരു വൈറ്റ്, ഇവിടെ ഒരു വൈറ്റ്, ഈ 4ഇടത്തും വൈറ്റ് വെക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിന് അൽഗോരിതമോ സൂത്രവാക്യങ്ങളോ ഒന്നുമില്ല, ഇത് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തെടുക്കണം. അത് നമുക്കിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചാൽ ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നെ എവിടെയെങ്കിലും വൈറ്റ് നോക്കുക, ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇവിടെ വന്നു. പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ റൊട്ടേറ്റ് റൈറ്റാണ്, ഇങ്ങനെ റൊട്ടേഷനിലേക്കൂടെ ശ്രദ്ധിച്ച് നോക്കുക എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ. ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ 3 ഭാഗങ്ങളിലായിരിക്കാണ്. വേറെ ഇത് ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ വൈറ്റ് സ്ക്വയേഴ്സ് യെല്ലോയ്ക്ക് 4 സൈഡിലും വന്നിരിക്കുകയാണ്. ഇതിനെ മൈൻഡ് ചെയ്യണ്ട, ഇത് വിട്ടേക്കാം. ഇങ്ങനെ വന്നിരിക്കുന്ന കണ്ടില്ലേ, ഇത്രയും ചെയ്യുക. എപ്പോഴും ഈ സെൻറ്ററിലുള്ള വൈറ്റ് മാത്രമേ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ വൈറ്റിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലെഫ്റ്റോ റൈറ്റോ ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കുക ഇവ വന്നിട്ടുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്കിയിട്ട് ഇവിടെ കൊണ്ടുവരാം. അത് എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അടുത്തായിട്ട് ഇപ്പോൾ ഇവിടെ റെഡാണ്, ഇവിടെ വൈറ്റ്, ഇവിടെ റെഡ്. ഞാൻ ഈ പറയുന്നത് നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ള ഈ വൈറ്റ് പോർഷൻസിനെ പറ്റി മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഈ വൈറ്റിൻ്റെ ഇവിടെ റെഡാണ്, ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ ഓറഞ്ചാണ്, ഇവിടെ ഗ്രീൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഇപ്പോൾ ഇവിടെ ഗ്രീൻ ഈ പോർഷൻ എടുക്കാം. സെൻട്രലിൽ ഗ്രീനുള്ള ഫേസിലേക്ക് നമ്മളിതിനെ ഇങ്ങനെ കറക്കി കൊണ്ടുപോവാം. ഇവിടെ ഗ്രീൻ ഉണ്ട്, അപ്പോൾ ഇവിടെ ഗ്രീൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഗ്രീൻ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഈ ഫ്രണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫേസിനെ 2 പ്രാവശ്യം, ഇതൊരു 1 എന്ന് പറയും, ഇത് 2, അങ്ങനെ ഫ്രണ്ട് 2 2 പ്രാവശ്യം അതിനെ കറക്കിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഓറഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്, ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഇവിടെ ഇല്ലെങ്കിൽ തിരിച്ചിട്ട് ഓറഞ്ചിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി, ഈ മുകളിലത്തെ മാത്രം. അപ്പോൾ ഇതിനെ അതുപോലെ തന്നെ 2 പ്രാവശ്യം, 1 2, ഓറഞ്ച് താഴേക്ക് പോയി, ബ്ലൂവും വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം കറക്കുക. റെഡും വന്നിട്ടുണ്ട്. ഇപ്പോൾ
ഇപ്പോൾ യെല്ലോ ഓൺ ടോപ്പാണ്. ബോട്ടം നോക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ ഒരു സ്ക്വയർ വന്നിട്ടുണ്ട്, ഇത് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇതിപ്പോൾ വൈറ്റ്, റെഡ്, ഇത് റെഡ് ഫേസാണ്. റെഡ് ഫേസിൽ കറക്റ്റായിട്ടാണ് ഈ സാധനം വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വൈറ്റ്. ഈ വൈറ്റുകളെല്ലാം താഴെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ വൈറ്റുകളെ നോക്കുന്നു, എത്ര വൈറ്റ് ഉണ്ടെന്ന് നോക്കുന്നു. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, താഴെ ഉണ്ട്. ചിലപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും വൈറ്റ്, കുഴപ്പമില്ല. നമ്മൾ നോക്കുന്നത് സൈഡിലുള്ള വൈറ്റ് ബ്ലോക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റ് ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു റെഡ് ഉണ്ട്, വൈറ്റിൻ്റെ സൈഡിൽ റെഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ വീണ്ടും റെഡ് സെൻറ്ററുള്ള പോർഷനിലേക്ക് ഈ ഒരു ബ്ലോക്കിന് തിരിച്ചു കൊണ്ടുപോകണം. ഇവിടെ ഓറഞ്ചാണ്, അപ്പോൾ ഇവിടെയല്ല ഇത് വേണ്ടത്. ഇവിടെ ഗ്രീനാണ്, ഇവിടെയല്ല. ഇവിടെ റെഡാണ്, അപ്പോൾ ഇവിടെ വന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റെഡാണ്, ഇവിടെ റെഡാണ്, ഇത് വൈറ്റാണ്. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ പറയും ഈ ബ്ലോക്ക് കിടക്കുന്നത് റൈറ്റ് സൈഡിലാണ്. ഇത് റൈറ്റ് ഹാൻഡാണ്, റൈറ്റ് സൈഡിലാണ് ഈ ബ്ലോക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു അൽഗോരിതം ഉപയോഗിക്കും. R എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് R, U ക്ലോക്ക് വൈസ് U, R മൈനസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ടത് റെഡ്. നോക്കുകയാണെങ്കിൽ കാണാം ഗ്രീൻ കാണാം. സെൻറ്റർ പീസ് ഗ്രീൻ ഉണ്ട്, കോർണർ പീസ് ഇവിടെ റെഡ് ഉണ്ട്. അപ്പോൾ ഈ പീസിൻ്റെ ഫിക്സഡ് പൊസിഷനിലേക്കാണ് നമ്മളതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഗ്രീൻ റെഡ്. ഈ പീസ് ഈ ക്യൂബിനകത്തുള്ള ഇതിൻ്റെ ഫിക്സഡ് പൊസിഷനാണ് ഇത്. അതാണിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത നോക്കുകയാണെങ്കിൽ ബ്ലൂ ഉണ്ട്. ബ്ലൂ സെൻറ്ററിലുള്ള പൊസിഷനിലേക്ക് നമ്മളിതിനെ കറക്കി കൊണ്ടുവരിക. ഇവിടെയില്ല, ഇവിടെ ഗ്രീൻ ആണ്, ഇവിടെ റെഡാണ്. ഓക്കെ, ഇവിടെ ബ്ലൂ ആണ്. അപ്പോൾ ഇവിടെ ബ്ലൂ കിട്ടിയിരിക്കുകയാണ്. വീണ്ടും ബ്ലൂ കോർണർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. വൈറ്റ് കളർ ഇൻ റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളർ റൈറ്റ് സൈഡിൽ. അപ്പോൾ ഇവിടെ കോർണറിൽ നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത സെയിം തന്നെ റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്. നോക്കാം, ഇവിടെ ബ്ലൂ, ഇവിടെ വൈറ്റ്, ഇവിടെ റെഡ്. ഇതും അതിൻ്റെ കറക്റ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഇത് ഇതേപോലെ തെറ്റായി ചെയ്താൽ മതി. വീണ്ടും അടുത്ത വൈറ്റിന് നമുക്ക് നോക്കാം. അടുത്ത വൈറ്റ് ഇവിടെ ടോപ്പിലാണ് വൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ടോപ്പിലാണെങ്കിൽ വൈറ്റിനെ ആദ്യം സൈഡിലേക്ക് കൊണ്ടുവരണം, ഇവിടെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് കോർണർ കളർ സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ടോപ്പിലിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് U2, ഇത് U1, U2 റൈറ്റ് ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന കളറുകളൊന്നും പുറത്തു പോവില്ല, പക്ഷേ നമുക്ക് മുകളിലിരിക്കുന്നത് താഴെ വന്നിട്ടുണ്ട്. അത് നോക്കുക, ഇവിടെ ഒരു വൈറ്റിനെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. രണ്ടും ഗ്രീനിലുള്ള വൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഗ്രീനുള്ള ഈ വൈറ്റിനെ സോൾവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് തന്നെ ഗ്രീനുള്ള സൈഡിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, ഇവിടെ ഗ്രീൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ആദ്യം ചെയ്തത്, നമുക്ക് ഈ ഗ്രീനിനെ കിട്ടിയത് ലെഫ്റ്റ് സൈഡിലാണ്. നേരത്തേക്ക് റൈറ്റ് സൈഡിലാണ് കിട്ടിയിട്ടുണ്ടായത്. ഇവിടെ റൈറ്റും ഉണ്ട്, പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ ലെഫ്റ്റ് സൈഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ലെഫ്റ്റ് ഇൻവേഴ്സ്, അപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ്. മനസ്സിലായില്ലേ? ലെഫ്റ്റ് ഇൻവേഴ്സ്, അപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ്. ഇപ്പോൾ അത് താഴെ വന്നിരിക്കുന്നതാണ്. അത് റെഡ് ഇവിടെ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് അടി കറക്റ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. റെഡ് ടു റെഡ്, ഗ്രീൻ ടു ഗ്രീൻ. ഇത് ഞാനിത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, ഇത് വീണ്ടും നമ്മൾ ഈ ഒരു ലൈൻ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറയും. പക്ഷേ ഇത് ഇത്ര ക്ലിയർ ചെയ്ത് പറയുന്നത്, ആദ്യം നമ്മൾ വൈറ്റുള്ള, ഇപ്പോൾ നമുക്ക് അടുത്ത് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറയാം. ഇവിടെ വൈറ്റാണ്, ഇവിടെ ഗ്രീനാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഗ്രീൻ സെൻറ്ററിലുള്ള ഒരു പോർഷനിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഗ്രീൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് വൈറ്റ് വന്നിരിക്കുന്നത്, നമ്മളുടെ വലത്ത് ഭാഗത്താണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ റൈറ്റ് അൽഗോരിതമാണ് ഉപയോഗിക്കേണ്ടത്. റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്.
റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കത് അടിയിൽ എല്ലാം വൈറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ അൽഗോരിതം കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഇതിങ്ങനെ വരും. നമ്മളൊന്നും ചെയ്യാനൊന്നുമില്ല, അതിനാണ് നമ്മൾ അൽഗോരിതം ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഇവിടെയൊക്കെ ഗ്രീൻ, സെൻട്രലിലടുത്തൊക്കെ ഗ്രീൻ വന്ന് കിടക്കുന്നതാണ്. ഓറഞ്ച് സെൻട്രലിലടുത്തൊക്കെ ഓറഞ്ച്, ബ്ലൂ. നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഈ ലൈൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രണ്ടാമത്തെ നടുക്കത്തെ ലൈൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ലൈൻ ക്ലിയർ ചെയ്യുന്നതിന് നമ്മൾ ആദ്യം നോക്കുന്നത് ടോപ്പ് ലൈനാണ്. ടോപ്പ് ലൈനിൽ യെല്ലോ, ഇങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ബ്ലോക്കിൽ യെല്ലോ ഉണ്ടെങ്കിൽ യെല്ലോ ഉള്ള ഭാഗം നമ്മൾ നോക്കുകയേ വേണ്ട. യെല്ലോ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. യെല്ലോ ഇല്ലാത്ത ഭാഗം, ഈ ബ്ലോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ ഗ്രീൻ, അപ്പോൾ നമ്മൾ ഇതിനെ മൈൻഡ് ചെയ്യേണ്ട. ഇത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കോർണർ പീസ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. സെൻറ്ററിലുള്ള പീസ് ഇത് ഇവിടെ യെല്ലോ ഇല്ല, അപ്പം നമ്മൾ ഇതെടുക്കും. കോർണർ പീസിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ യെല്ലോ ഉണ്ട് സെൻറ്റർ, അതുകൊണ്ട് നമ്മളിതിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ യെല്ലോ ഇല്ല, അപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ഈ പീസിനെ സോൾവ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആക്ച്വലി ഇതിപ്പോൾ ഒരു ടി ഷേപ്പിലാണ് ഇത് കാണാൻ പറ്റുന്നത്, ഇല്ലേ? ഒരു ടി തിരിച്ചിട്ട പോലെയാണ് ഇത് കാണാൻ പറ്റുന്നത്. ഇതിങ്ങനെ ആക്കി എടുക്കണം. നമ്മളിപ്പോൾ അടുത്ത പീസ് ഇത് യെല്ലോ ആയതുകൊണ്ട് എടുക്കുന്നില്ല. ഇവിടെയും ടി ആണ്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇങ്ങനെ കിട്ടുകയാണെങ്കിലും യെല്ലോ ഇല്ലാത്ത പീസാണ്, പക്ഷേ ഇവിടെ ടി ഇല്ല, ഇത് റോങ് പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പയ്യെ തിരിച്ചിട്ട് ഗ്രീൻ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ടി ഫോം ചെയ്യും. കണ്ടോ, ഇവിടെ ടി ഫോം ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് വന്നപ്പോൾ അങ്ങനെ കിട്ടിയതുകൊണ്ടാണ് ടി കിട്ടിയത്. ഇപ്പോൾ ടി ഇല്ലെങ്കിൽ ഈ ടോപ്പ് പൊസിഷൻ മാത്രം കറക്കിയിട്ട് ടിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ യെല്ലോ ഇല്ലാത്ത രണ്ട് കളറും യെല്ലോ ആയിരിക്കരുത്, അതെടുത്ത് ടി ഫോം ചെയ്യാം. ടി ഫോം ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക, നമ്മൾ ഇതിനിങ്ങനെ ഫേസ് ചെയ്യുന്നു. ഇങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ റെഡാണ്, റൈറ്റ് സൈഡിൽ ഓറഞ്ചാണ്. ഇവിടെ ഇരിക്കുന്ന ഓറഞ്ചിനെ റൈറ്റ് സൈഡിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ ഓറഞ്ചിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം റൈറ്റ് അൽഗോരിതമാണ്. അത് അപ്പ് റൈറ്റ് ഇൻവേഴ്സ്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ പിടിക്കുക, റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പ് റൈറ്റ്, അപ്പ് റൈറ്റ് ഇൻവേഴ്സ്, ഇത്രയും ചെയ്തു. അപ്പോൾ നോക്കുക, താഴെയുള്ള ഒരു വൈറ്റ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു വൈറ്റിനെ നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത പോലെ സോൾവ് ചെയ്യണം. അത് ഈ ഒരു കേസിൽ മാത്രമേ വരൂ. ഈ ഒരു കേസിൽ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ താഴെയുള്ള വൈറ്റ് മുകളിലേക്ക് വരും. നമ്മളപ്പോൾ ഇങ്ങനെ വൈറ്റ് വന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ വൈറ്റിൻ്റെ താഴേക്ക് തന്നെ കൊണ്ടുപോകണം. അത് എളുപ്പമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓറഞ്ചാണ്, ഇവിടെ വൈറ്റാണ്. അപ്പോൾ ഈ ഓറഞ്ചിന് സെൻറ്റർ ഓറഞ്ച് ആയിട്ടുള്ള പൊസിഷനിലേക്ക് കറക്കി കൊണ്ടുപോകാം. ഓക്കെ, ഇവിടെ വന്നു. ഇപ്പോൾ ഓറഞ്ച് ടു ഓറഞ്ച് കോർണറാണ്, ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഇൻവേഴ്സ്, അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ്, താഴേക്ക് പോയിട്ട് എൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് പോയിരിക്കുന്നുണ്ടോ, ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട്. ഇനി നമ്മൾ ബാക്കിയൊക്കെ ഒന്നും മാറിയിട്ടില്ല. നമ്മൾ അടുത്ത കളറിലേക്ക് വന്നു. ഇവിടെ അടുത്ത കളറുണ്ട്, ഇവിടെ ഓറഞ്ച് ബ്ലൂ. അപ്പോൾ നമുക്കിത് നോക്കാം, കാരണം യെല്ലോ ഇല്ല, ഓറഞ്ച് ബ്ലൂ. അപ്പോൾ ഇതിന് ബ്ലൂ ടീ ഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ ഇവിടെ ബ്ലൂ ടീ ഫോം ആയിരിക്കുകയാണ്. ഇവിടെ ഓറഞ്ചാണ്, ഓറഞ്ചിന് ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിൽ റെഡും ലെഫ്റ്റ് സൈഡിലാണ് ഓറഞ്ച് വന്നിരിക്കുന്നത്. ഈ ടീ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഓറഞ്ച് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിനുള്ള അൽഗോരിതമാണ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ്. അതായത് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ്. ഓറഞ്ചാണ്, ഓറഞ്ച് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഓറഞ്ച് കോർണർ കോമ്പിനേഷൻ. ഇപ്പോൾ വന്നിരിക്കുന്ന റൈറ്റ് സൈഡിലാണ്, ഓറഞ്ചിൻ്റെ റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് ക്യൂബിൻ്റെ. അപ്പോൾ നമ്മൾ റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് താഴേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് ഫേസിങ് കാണാൻ പറ്റും, കറക്റ്റായിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത യെല്ലോ ഇല്ലാത്ത അടുത്ത കളർ ഇവിടെ ഉണ്ട്, ബ്ലൂ റെഡ്. അപ്പോൾ റെഡിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ റെഡിൻ്റെ ഒരു ടീ ഫോം ചെയ്തിട്ടുണ്ട്.
ഇവിടെ ബ്ലൂ ആണ്. ബ്ലൂ നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡിലാണ്. അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ബ്ലൂ പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് അൽഗോരിതമാണ് ഫോളോ ചെയ്യേണ്ടത്. ലെഫ്റ്റ് അൽഗോരിതം അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് പോയിട്ടുണ്ടാവും. പക്ഷേ വീണ്ടും നമ്മളുടെ ഒരു വൈറ്റ് ചാടി പുറത്ത് പോയിട്ടുണ്ട്, ബ്ലൂ പോർഷനിലുള്ള വൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ബ്ലൂ ഫേസിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ബ്ലൂ ഫേസ് ഉണ്ട്, റൈറ്റ് സൈഡിലുമാണ്, ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് താഴേക്ക് വരികയാണ്. ഇപ്പോൾ ബ്ലൂ ഓറഞ്ച് രണ്ട് ഫേസസ് കറക്റ്റായിട്ടുണ്ട്. നമ്മളിനി വീണ്ടും യെല്ലോ ഇല്ലാത്ത പോർഷൻ ഇവിടെ യെല്ലോ ഇല്ലാത്തൊരു പോർഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളിതിനെ ഇവിടെ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഗ്രീനിൻ്റെ ഒരു ടി ഫോം ചെയ്തു. ഇവിടെ നമ്മൾ ഗ്രീൻ ആയിരുന്നു, അപ്പോൾ ഗ്രീൻ പൊസിഷനിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഗ്രീൻ ടി ഫോം ചെയ്തു. റെഡാണ്, റെഡ് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ്, റൈറ്റ് സൈഡിൽ ഓറഞ്ചാണ്. റെഡ് പോകേണ്ടത് റെഡ് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് അൽഗോരിതം അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ്. സ്വാഭാവികമായിട്ടൊരു വൈറ്റ് ചാടി പുറത്ത് പോയിട്ടുണ്ട്. നമ്മളതിനെ നോക്കാം, വൈറ്റും റെഡും ആണ്. അപ്പോൾ റെഡിൻ്റെ കോർണർ ടു കോർണർ കോമ്പിനേഷൻ സെറ്റ് ചെയ്തു. ഇതുള്ളത് റൈറ്റ് സൈഡിലാണ്. ഈ വൈറ്റ് ഇരിക്കുന്നത് നമ്മളുടെ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ ബ്ലോക്കാണ് റൈറ്റ് സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ്. ഇപ്പോൾ നോക്കാം, റെഡ് കളറും കറക്റ്റായിട്ടുണ്ട്, ഓറഞ്ചും കറക്റ്റായിട്ടുണ്ട്, ഗ്രീനും കറക്റ്റായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ വൈറ്റ് കറക്റ്റായിട്ടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് ലൈൻ കറക്റ്റായിട്ടുണ്ട്, സെക്കൻഡ് ലൈൻ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് തേർഡ് ലൈനാണ്. പക്ഷേ അതിന് മുന്നേ നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്യും, ക്ലിയർ ചെയ്യും. ഇവിടെ എന്താ ക്ലിയർ ചെയ്യേണ്ടത്, ഇവിടെ യെല്ലോ ഇവിടെ സൈഡാണ്. യെല്ലോ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. യെല്ലോ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതിന് ആദ്യമായിട്ട് നമ്മൾ യെല്ലോയുടെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് യെല്ലോയുടെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയെടുക്കും, അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ ഉണ്ടാക്കും. അപ്പോൾ ആദ്യമായിട്ട് യെല്ലോയുടെ ഒരു സ്ക്വയർ ഉണ്ടാക്കുന്നതിന് ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു യെല്ലോയുടെ സ്ക്വയർ കിട്ടും, ചിലപ്പോൾ യെല്ലോയുടെ ഒരു ലൈൻ മാത്രമേ കിട്ടൂ. ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറയാം. അപ്പോൾ നമുക്കിവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് നമ്മളുടെ അടുത്ത അൽഗോരിതം, അത് ഇവിടെ യെല്ലോ ഉണ്ട്, നമ്മളിവിടെ യെല്ലോ കൂടുതലുള്ള ഏതെങ്കിലും ഒരു ഭാഗം കയ്യിലെടുത്തിട്ട് F R U ഫ്രൂ ആയിരിക്കുകയാണ്. R ഇൻവേഴ്സ് U ഇൻവേഴ്സ് F ഇൻവേഴ്സ് ഫ്രൂ റഫ്. നമ്മളിപ്പോൾ ഫ്രൂ റഫ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റിയിട്ടുണ്ടാവും, നമ്മൾ മുന്നേ ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ ഫ്രൂ റഫ് തെറ്റിച്ച് ചെയ്താൽ ഈ വൈറ്റൊക്കെ എവിടെയെങ്കിലും പോയിരിക്കും. പിന്നെ വീണ്ടും നിങ്ങൾ ആദ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഫ്രൂ റഫ് ചെയ്യുക, FRU ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു മാറ്റം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ L പോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു L ഷേപ്പിലുള്ള ഒരു യെല്ലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തത് L ആണ്. എപ്പോഴും ഹോൾഡ് ചെയ്യുമ്പോൾ L ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ L അല്ലല്ലോ, എൻ്റെ ഡയറക്ഷൻ തെറ്റല്ലേ, ആ ഡയറക്ഷൻ തെറ്റായിരിക്കുന്ന ഒരു സൈഡിലേക്ക് ഹോൾഡ് ചെയ്യാം. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ L അല്ല, പക്ഷേ ഇങ്ങനെ പിടിച്ചാൽ നമുക്കത് ഇങ്ങനെ പിടിച്ചാൽ അതൊരു L ഷേപ്പാണ്. ഇപ്പോൾ ഇങ്ങനെ പിടിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇങ്ങനെ പിടിക്കുക, ആ പോർഷൻ ആ ഡയറക്ഷൻ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. വീണ്ടും നമ്മൾ ചെയ്ത് സെയിം തന്നെ F R U R മൈനസ് U മൈനസ് F മൈനസ്. ഇത്രയും ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഒന്നും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കിവിടെ യെല്ലോ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലൈൻ വന്നാൽ നമ്മൾ ഈ ലൈനിനെ ഇങ്ങനെ മാത്രം പിടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഒരിക്കലും പിടിക്കരുത്. ലൈൻ ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങനെ പിടിക്കുക. ഇവിടെ ഇപ്പോൾ യെല്ലോ ഉള്ള പോർഷൻ തന്നെ പിടിക്കുക. ലൈൻ ഇങ്ങനെയാണ്. വീണ്ടും നമ്മൾ ഫ്രൂ റഫ് തന്നെയൊക്കെയാണ്. F R U
ആർ മൈനസ് യു മൈനസ് എഫ് മൈനസ്. കണ്ടോ? ഇപ്പോൾ യെല്ലോ പ്ലസ് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വരും, 2 പ്രാവശ്യമൊക്കെ പ്രൂഫ് ഓഫ് ചെയ്താൽ തന്നെ ഇത് വരും. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിൽ ഞാൻ കുറച്ച് ഓപ്ഷൻസാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെയൊക്കെ യെല്ലോ ബ്ലോക്സ് വരികയാണെങ്കിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണം, എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക. അതിൽ ഹോൾഡിംഗ് പൊസിഷൻ കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൊസിഷനിൽ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. അത് നോക്കി വെക്കുക. അതിൻ്റെ ഹോൾഡിംഗ് പൊസിഷൻസൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കി വെക്കുക. ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുക. ഇതിപ്പോൾ ഇവിടെ 1 2 3 4 5 6 ഇതൊരു ഫിഷിൻ്റെ ടെയിലും ഇതൊരു ഫിഷിൻ്റെ ഹെഡും പോലെയൊക്കെ തോന്നും. ഇങ്ങനെ നമുക്ക് കിട്ടണം. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിലുള്ള കളറുകൾ സോൾവ് ചെയ്യുന്നതിന് ഒറ്റൊരു സ്റ്റെപ്പും കൂടെ ചെയ്യേണ്ടുള്ളൂ. അതൊരു പുതിയ അൽഗോരിതമാണ്, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുന്നായിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ഈ പ്ലസ് മാത്രമേ കിട്ടൂ, ഇത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ഈ പറയുന്ന ഫുള്ളായിട്ട് ചെയ്യാനുള്ള അൽഗോരിതം ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ കിട്ടും. ഈ ഒരു ഫിഷിൻ്റെ ഹെഡ് പോലെയൊക്കെ കിട്ടും. ഫിഷിൻ്റെ ഹെഡ് പോലെ കിട്ടിയാലും നമുക്കത് ഫുള്ളാവില്ല. വീണ്ടും നമ്മൾ ചെയ്യണം. ഇവിടെ യെല്ലോ വരുന്നത് വരെ ചെയ്യണം. ഇതിപ്പോൾ ബൈ ലക്ക് ഇവിടെ വന്നിട്ടുണ്ട് യെല്ലോ. ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഫിഷേ ഉണ്ടാവും, ഈ യെല്ലോ ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ വല്ല പച്ചയോ വേറെ എന്തെങ്കിലും കളറേ ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഈ ഇപ്പോൾ പറയുന്ന ഈ ഒരു അൽഗോരിതം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ കറങ്ങി ഈ ഒരു യെല്ലോ പീസ് ഇവിടെ വരുന്നതായിരിക്കും. ഈ ഒരു യെല്ലോ പീസ് ഇവിടെ വന്നാൽ ഇതിങ്ങനെ മാത്രം ഹോൾഡ് ചെയ്യണം. ഈ ഫിഷ് ഇപ്പോൾ ഇവിടെ യെല്ലോ അല്ലെങ്കിലും യെല്ലോ അല്ല എന്നിരുന്നാലും നമ്മൾ ഈ അൽഗോരിതം ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ഹോൾഡ് ചെയ്യാൻ. ഇവിടെ ഈ പൊസിഷൻ നമ്മളുടെ ഈ സൈഡിലായിരിക്കണം, ലെഫ്റ്റ് ഡൗൺ സൈഡിലായിരിക്കണം. ഇപ്പോൾ ഇവിടെ യെല്ലോ ഉണ്ട്. അപ്പോൾ ഞാനത് കാണിക്കാം. റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, അപ്പ്, റൈറ്റ്, അപ്പ് ടു, റൈറ്റ് ഇൻവേഴ്സ്. ഉണ്ടോ? ഇപ്പോൾ ഇവിടെ എല്ലാം യെല്ലോ ഫില്ലായിട്ട് കാണാം. കൂടാതെ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന ഒന്നിനും ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട അൽഗോരിതമാണ് റൈറ്റ് ഇൻവേഴ്സ് ഫ്രണ്ട്, റൈറ്റ് ഇൻവേഴ്സ് B2 റൈറ്റ്, ഫ്രണ്ട് ഇൻവേഴ്സ് റൈറ്റ് ഇൻവേഴ്സ് B2 R2. ഇവിടെ ഗ്രീൻ, ഇവിടെയൊക്കെ ഗ്രീൻ, ഇവിടെ ഗ്രീൻ, ഇവിടെ വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ ഇതിനെ എവേ പിടിക്കാം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇവിടെ വരും, ഓറഞ്ച് വരും, എല്ലാം ഇവിടെ ഓറഞ്ച് വരും, ഇവിടെ വേറെ ഏതെങ്കിലും കളർ. അപ്പോൾ ആ സൈഡ് എവേ പിടിക്കാം. ഇവിടെ നമുക്കൊന്നും വന്നിട്ടില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് എവേ പിടിച്ചിട്ട്, എവേ എന്ന് വെച്ചാൽ ഇവിടെ ഇത് ഫ്രണ്ട്, ഈ ബാക്ക് സൈഡിലേക്ക് പിടിച്ചിട്ട് ആ ഒരു അൽഗോരിതം ഫോളോ ചെയ്യുക. ആർ ഡാഷ് ഫ്രണ്ട്, ആർ ഡാഷ് B2, ഇത് B1, ഇത് B2, പിന്നെ ആർ, പിന്നെ ഫ്രണ്ട് ഡാഷ്, പിന്നെ വീണ്ടും ആർ ഡാഷ്, പിന്നെ B2, B1, B2, പിന്നെ R2, R1, R2. വീണ്ടും യെല്ലോ തിരിച്ചു വന്നിട്ടുണ്ട്. നോക്കുക, അപ്പോൾ ഇത് ഒരു കളർ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതിനെ ഫുള്ളായിട്ടുണ്ട്, ഇത്രയും വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എവേ പിടിക്കാം, ബാക്ക് സൈഡിലേക്ക് പിടിക്കാം. വീണ്ടും നമ്മളിപ്പോൾ ചെയ്തത് തന്നെ ആർ ഡാഷ് എഫ്, ആർ ഡാഷ് B2, B1, B2, ആർ, എഫ് ഡാഷ്, ആർ ഡാഷ് B2, പിന്നെ R2. നോക്കുക എന്തെങ്കിലും ഇവിടെ ഒരു മാറ്റം കാണുന്നുണ്ട്. ഇവിടെ ബ്ലൂ എല്ലാം വന്നിട്ടുണ്ട്, ഇവിടെയും ബ്ലൂ ഉണ്ട്. അപ്പോൾ മുകളിലുള്ള ഈ ഒരു ബ്ലോക്കിനെ തിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫേസ് മുഴുവനായിട്ട് ബ്ലൂ വന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ ഫേസിനെ നമ്മളുടെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുക, റൈറ്റ് സൈഡിൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ മാത്രം പിടിക്കുക. അതിനുശേഷം അവസാനത്തെ
അൽഗോരിതം ഫോളോ ചെയ്യാം. അത് ലെഫ്റ്റ് ടു L2 അപ്പ് ഡാഷ് ബാക്ക് ഫ്രണ്ട് ഡാഷ് ലെഫ്റ്റ് ടു ബാക്ക് ഡാഷ് ഫ്രണ്ട് അപ്പ് ഡാഷ് ലെഫ്റ്റ് ടു. അതായത് നമ്മൾ ആ കറക്റ്റ് ആയി വന്നിരിക്കുന്ന കളറിൻ്റെ റൈറ്റ് സൈഡിൽ പിടിക്കാം. ലെഫ്റ്റ് ടു അപ്പ് ഡാഷ് ബാക്ക് ഫ്രണ്ട് ഡാഷ് വീണ്ടും ലെഫ്റ്റ് ടു ബാക്ക് ഡാഷ് ബാക്ക് ഇൻവേഴ്സ് ഫ്രണ്ട് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് ടു. ഇപ്പം നോക്കുക, നമ്മളുടെ റൂബിക് ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതെപ്പോഴും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്നും ഓർത്ത് വയ്ക്കില്ല, നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. ഇതിലേതെങ്കിലും ഇപ്പോൾ റൈറ്റ് ഡാഷ് എന്ന് എഴുതിയതിന് പകരം റൈറ്റ് എന്ന് ഒരു പ്രാവശ്യം മാറിയാൽ തന്നെ നമ്മളുടെ മുമ്പ് സോൾവ് ചെയ്ത് വെച്ചതൊക്കെ പ്രോബ്ലം ആവും. വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. ചില സമയത്ത് നമ്മൾക്ക് എല്ലാ സ്റ്റെപ്പും ഒന്നും ഫോളോ ചെയ്യേണ്ടി വരില്ല. ചില സമയത്ത് നമുക്ക് 7ാമത്തെ സ്റ്റെപ്പിലേ സോൾവ് ആയി കിട്ടും. ചില സമയത്ത് നമുക്ക് 7ാമത്തെ സ്റ്റെപ്പ് ചെയ്യുകയേ വേണ്ടി വരില്ല. അതായത് യെല്ലോ കറക്റ്റ് ചെയ്ത് എടുക്കുന്ന ആ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സൈഡ് ഇതുപോലെ ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ അതിനെ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക, ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. കാരണം ഒരു സൈഡിൽ കറക്റ്റായിട്ട് കിട്ടിയാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. അത് ചിലപ്പോൾ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കേണ്ടി വരും കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക, ഈസിയാണ്.